ഹലോ ഗൈസ്, പത്തരമാറ്റിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജയൻ ജലജയോടൊപ്പം ചേർന്ന് കള്ളക്കഥ ഉണ്ടാക്കിയിട്ടാണ് നാഗേന്ദ്രനെ അനന്തപുരിയിൽ നിന്നും പുറത്താക്കിയതെന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയാണ്. എല്ലാത്തിനും കാരണം അജയന് നാഗേന്ദ്രനോടുള്ള അടങ്ങാത്ത ഈഗോയാണ് കേട്ടോ. ആ ഈഗോയെ മുതലെടുത്താണ് ജലജ കളിച്ചത്. എന്ന ആ കളിയില് അജയൻ വീഴുകയും ചെയ്തു. ജ്വല്ലറിയിലെ ഓരോ വിജയത്തിനും പിന്നിൽ ജയനും അജയനും അത്യാവശ്യം എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ എല്ലാ അർത്ഥത്തിലും മൂർത്തി മുത്തശ്ശൻ അതിന്റെ എല്ലാ ക്രെഡിറ്റും നാഗേന്ദ്രനാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, എന്തെങ്കിലും വീഴ്ച പറ്റി മൂർത്തി മുത്തശ്ശൻ നാഗേന്ദ്രൻ ശകാരിക്കാതെ അജയനെയും ജയനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. സ്വന്തം മക്കൾക്ക് ഒരു പ്രയോറിറ്റിയും കൊടുക്കാതെ പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് എല്ലാ അധികാരവും ഒറ്റയടിക്ക് കൊടുക്കുന്നത് അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. ആ ഒരു ഈഗോയാണ് അജയന്റെ ഉള്ളിൽ വളർന്നു വന്നത്. എന്നാൽ ജയൻ ഇതൊന്നും കാര്യമാക്കിയിട്ടില്ല കേട്ടോ. ആ ഈഗോ മുതലെടുത്ത് ജലജ നല്ല രീതിക്ക് കളിച്ചു. അതിന് ഫലം കാണുകയും ചെയ്തു. അജയൻ മനഃപൂർവ്വം നാഗേന്ദ്രനെ കുടുക്കിയതാണ്. അപ്പൊ നമുക്ക് അന്ന് അജയന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഈ എപ്പിസോഡിന്റെ ആദ്യത്തെ തന്നെ കാണിക്കുന്നത് ആദർശ് പൾസിന്റെ വീട്ടിലെത്തുന്നതാണ്. അതായത് അന്ന് എക്സിബിഷന് ആ ജർമ്മൻ നെക്ലേസ് വാങ്ങിയില്ലേ, അയാളുടെ വീട്ടിലെത്തുകയാണ്. അവിടെ മുതലാണ് ആദർശിന് സംശയം തുടങ്ങുന്നത്. വ്യക്തമായ ഒരു തെളിവോട് കൂടിയിട്ടാണ് ആദർശ് പൾസിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. അതായത് 2 ദിവസം മുമ്പേ അജയനും പൾസും തമ്മിൽ സംസാരിക്കുന്ന ഫോൺ റെക്കോർഡ് സേവ്യർ ആദർശിന് സെൻഡ് കൊടുക്കുന്നുണ്ട്. അവിടെ മുതലാണ് ഈ ചതിയിൽ അജയന് പൂർണ്ണ പങ്കുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നതും ആദർശ് പൾസിന്റെ വീട്ടിലെത്തുന്നതും. അങ്ങനെ പൾസിന്റെ വീട്ടിലെത്തുന്ന ആദർശ് പൾസിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്കിളെ, ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാ വന്നത്. എനിക്കതിന് വ്യക്തമായ ഉത്തരം കിട്ടണം. എന്താ ആദർശേ, എന്താ ചോദിക്കാനുള്ളത്? അങ്കിൾ അവസാനമായിട്ട് മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് പർച്ചേസ് ചെയ്തത് ആ ജർമ്മൻ കളക്ഷൻ അല്ലായിരുന്നോ? അതെ. അതിനുശേഷം ഇന്ന് വരെ നിങ്ങൾ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് സ്വർണം പർച്ചേസ് ചെയ്തിട്ടില്ല. ഇത് കേട്ടപ്പോ തന്നെ പൾസ് മനസ്സിലെങ്ങനെ കരുതുന്നുണ്ട്, ഇവനെന്താ ഒരുമാതിരി പോലീസ് ചോദിക്കുന്ന പോലെ. എന്താ അങ്കിളൊന്നും പറയാത്തത്? ഇല്ല, അതിനുശേഷം ഇതുവരെ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് സ്വർണം പർച്ചേസ് ചെയ്തിട്ടില്ല. അന്ന് മോൻ കുഞ്ഞായിരുന്നില്ലേ, അന്നൊരു ചതി നടന്നു. മൂർത്തി ജ്വല്ലറിയിലെ ആളുകൾ നമ്മളെ ചതിച്ചു. എന്റെ ഭാര്യയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാ ആ ജർമ്മൻ കളക്ഷൻ ഞങ്ങൾ വാങ്ങിയത്. പക്ഷേ അത് ഓരോ ദിവസം ഇടുന്തോറും അതിന്റെ കളർ മങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു. 1-2 ആഴ്ച നമ്മൾ അത് വലിയ കാര്യമാക്കിയില്ല. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, മൂർത്തി സാറോടുള്ള വിശ്വാസം കൊണ്ടായിരുന്നു. എന്നാൽ ആ വിശ്വാസമൊക്കെ ഒറ്റ നിമിഷം കൊണ്ടാ ഇല്ലാതായത്. വീണ്ടും സ്വർണം ഉപയോഗിക്കാതെ തന്നെ കളർ മങ്ങുമായിരുന്നു. അപ്പോഴാ ഞങ്ങളത് പരിശോധിച്ചത്. മാറ്റു കുറഞ്ഞ സ്വർണം കൊണ്ടാ ആ നെക്ലേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്നത്തെ ഒരു ദിവസത്തോടു കൂടി എന്റെ ഭാര്യയ്ക്ക് മൂർത്തി ജ്വല്ലറിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. പിന്നീട് ഒരിക്കലും ഞങ്ങൾ അവിടുന്ന് സ്വർണം വാങ്ങിയിട്ടില്ല. വേറെ ഏതെങ്കിലും ജ്വല്ലറികളിൽ നിന്നാ വാങ്ങാറ്. അപ്പൊ ആദർശ് ചോദിക്കുന്നുണ്ട്, ആ സമയത്ത് അങ്കിളുടെ കയ്യില് ഈ ജർമ്മൻ നെക്ലേസ് ഒക്കെ വാങ്ങിക്കാനുള്ള കാശിന്റെ ആസ്തിയൊക്കെ ഉണ്ടായിരുന്നു? എന്താ സംശയം? എന്റെ കയ്യിൽ അതുപോലത്തെ നെക്ലേസ് ഒരു 50 എണ്ണം വാങ്ങാനുള്ള കാശിന്റെ ആസ്തി ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞിട്ട് പൾസ് ഇടയ്ക്കിടയ്ക്ക് പൾസിന്റെ ഭാര്യയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അല്ല ആദർശ് എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളല്ലേ. ഞങ്ങൾ അതൊക്കെ അന്നേ മറന്നു. പിന്നെ വിശ്വാസം പോയാൽ അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാ ഞങ്ങൾ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് സ്വർണം പർച്ചേസ് ചെയ്യാത്തത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല ആദർശേ. അതെനിക്ക് നല്ലപോലെ മനസ്സിലായി. അങ്കിള് നന്നായിട്ട് കള്ളം പറയുന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി. കള്ളം പറഞ്ഞെന്നോ? എനിക്കെന്തിനാ ആദർശെ കള്ളം പറഞ്ഞിട്ട്? നഷ്ടപ്പെട്ടത് എന്തെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടോ? ഇല്ലല്ലോ. അതിന് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ആ ജർമ്മൻ നെക്ലേസ് വാങ്ങാൻ നിങ്ങൾ കാശ് ചെലവാക്കിയിട്ടുമില്ല. എന്ത്? ഞാൻ കാശ് ചെലവാക്കിയിട്ടില്ലെന്നോ? ആ കളർ പോകുന്ന സ്വർണം പൂശിയ ജർമ്മൻ നെക്ലേസിനെ നാഗേന്ദ്രൻ ചോദിക്കുന്നതിലും കൂടുതൽ കാശ് കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയത്. എന്നിട്ട് എന്നെ തെറ്റുകാരനാക്കുന്നോ? അല്ല, എന്താ ആദർശിന്റെ ഉദ്ദേശം? വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം എന്തിനാ ആദർശ് ഇപ്പൊ കുത്തിപ്പൊക്കുന്നത്? അതും അന്ന് ആദർശ് എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ ഇതിനെ കുറിച്ച് ആദർശിന് എന്തറിയാം? അതങ്കിള് പറഞ്ഞത് ശരിയാ, എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുട്ടിയായിരുന്നു അന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നിങ്ങൾക്കൊരു സുപ്രഭാതത്തിൽ ഒരാൾ കുറച്ച് കാശ് തരാന്ന് പറഞ്ഞു, അതും ആ നാഗേന്ദ്രനെ ചതി വീഴ്ത്താൻ. അല്ലാതെ ആ ജർമ്മൻ നെക്ലേസ് വാങ്ങാനുള്ള ആസ്തിയൊന്നും അന്ന് നിങ്ങൾക്കില്ലായിരുന്നു. നിങ്ങൾ പണക്കാരനായിരുന്നു, പക്ഷെ അത്രയും വലിയ നെക്ലേസ് വാങ്ങിക്കാനൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് കുറച്ച് കാശ് കിട്ടുമെന്നായപ്പോ ആ നാടകത്തിൽ നിങ്ങളും അഭിനയിച്ചു. നിങ്ങൾ മൂർത്തി ജ്വല്ലറിയിലെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ എന്റെ മുത്തശ്ശൻ നിങ്ങളെ വിശ്വസിച്ചു. ആ സമയത്ത് പൾസ് മനസ്സിൽ കരുതുന്നുണ്ട്, ഈശ്വര, ഇവരെങ്ങനെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞത്? അതെ, താനായിട്ട് സത്യം പറയുന്നോ അതോ ഞാൻ പോലീസിനെ വിളിച്ച് സത്യം പറയിപ്പിക്കണോ? എന്ത്? പോലീസിനെ വിളിക്കാനോ? അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആദർശ് എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് കരുതിയിട്ട് അത് ഞാൻ സമ്മതിച്ചു തരണോ? സമ്മതിച്ച് തന്നേ പറ്റൂ. കാരണം അതാണ് സത്യം. അങ്ങനെയാണ് സത്യം എന്ന് പറയാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ചുമ്മാ എന്തെങ്കിലും വന്ന് പറയാണോ? നീ ആ സമയത്തൊക്കെ കൊച്ചുകുട്ടിയായിരുന്നു. നിനക്ക് എന്തറിയാം? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ സമയത്ത് കൊച്ചുകുട്ടിയായിരിക്കാം. പക്ഷെ സത്യങ്ങൾ അറിയാൻ പലരും ചുറ്റിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കാം, നിങ്ങൾ സത്യം പറയുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? ഇത് വലിയ കഷ്ടമാണല്ലോ. ദേ ആദർശേ, ഇത്രയും കാലം എനിക്ക് മൂർത്തി സാറോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു.
ഇപ്പൊ താനായിട്ട് അത് കളയരുത്. ഒരാവശ്യമില്ലാതെ ഇല്ലാത്ത കെട്ടുകഥകൾ പറയുന്നോ? അതൊന്നും അക്സെപ്റ്റ് ചെയ്ത് തരാൻ ഈ പഴ്സിനെ കൊണ്ട് പറ്റില്ല. ആദർശേ, ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് ഇനി നീ ഇവിടെ നിൽക്കണമെന്നില്ല. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, എന്നാ പിന്നെ ഞാനൊരു ഫോൺ റെക്കോർഡ് കേൾപ്പിച്ചു തരട്ടെ. എന്ത് ഫോൺ റെക്കോർഡോ? ഞാനെന്തിനാ ഫോൺ റെക്കോർഡ് കേൾക്കുന്നത്? നിങ്ങൾ കേൾക്കണം. നിങ്ങൾ കേട്ടേ പറ്റൂ. കാരണം നിങ്ങളും എന്റെ ഇളയച്ചനും തമ്മിലുള്ള സംസാരാണ് ആ റെക്കോർഡിലുള്ളത്. നിന്റെ ഇളയച്ചനോ? അതെ, എന്റെ ഇളയച്ചൻ അജയനെ നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളുടെ അടുത്ത കൂട്ടുകാരൻ. ഒരുമിച്ച് പഠിച്ചതല്ലേ നിങ്ങള്? അല്ല, അജയനും ഞാനും തമ്മിലുള്ള എന്ത് കോൾ റെക്കോർഡ്? കേൾപ്പിച്ചു തരാം. കേൾപ്പിച്ചു തന്നിട്ട് സത്യം പറയണോ വേണ്ടെന്ന് അങ്കിള് തന്നെ തീരുമാനിച്ചോ. ഇതും പറഞ്ഞിട്ട് ആ ഫോൺ റെക്കോർഡ് കേൾപ്പിച്ചു കൊടുക്കാനിട്ടോ. അജയ, ആ നാഗേന്ദ്രൻ വന്നിരിക്കുന്നത് എന്നെ ശരിക്കും പേടിപ്പിക്കുന്നുണ്ട്. നീ എന്തിനാ പഴ്സെ പേടിക്കുന്നത്? അവനെ കൊണ്ട് നമ്മൾ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. അതല്ല അജയ, അവനിപ്പോ ഒന്നുമില്ലാതെയല്ല വന്നിരിക്കുന്നത്. അവനിപ്പോ കോടികളുടെ ആസ്തിയുണ്ട്. ജ്വല്ലറിയുടെ MD അവന്. എടോ പഴ്സെ, നീ വെറുതെ അതാലോചിച്ച് പേടിക്കണ്ട. നിന്റെ കൂടെ ഞങ്ങളില്ലേ? അവസാനം സാറും മാഡം ഒക്കെ കാലൂരും. ഞാൻ മാത്രം ഒറ്റക്കാവും. ഒരുപാട് കാലം ജയിലിൽ കിടക്കേണ്ടി വരും സാറേ. അങ്ങനെ ഒരു കുറ്റാ ഞാൻ ചെയ്തിരിക്കുന്നത്. എടോ പഴ്സെ, താ മാത്രമല്ലല്ലോ അത് ചെയ്തത്. തന്റെ കൂടെ ഞങ്ങളും ഇല്ലായിരുന്നോ? ഇത് കേട്ടപ്പോ തന്നെ പഴ്സ് പറയുന്നുണ്ട്, ആദർശേ മതി, കേട്ടത് മതി. അങ്കിളിനിപ്പോ കാര്യമൊക്കെ വ്യക്തമായി കാണുമല്ലോ. ഇനി പറ, എന്താ അന്ന് സംഭവിച്ചത്? അങ്കിളും ഇളയച്ചനും പിന്നെ അപ്പച്ചിയും കൂടി ചേർന്ന് എന്തോ ഒരു കള്ളം ചെയ്തിട്ടുണ്ട്. അത് പിന്നെ എന്താന്ന് വെച്ചാ പറയുന്നതാ നല്ലത്. കാരണം സത്യം പറഞ്ഞില്ലെങ്കിലേ പിന്നെ നിങ്ങളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പോകുന്നത് ഞാനായിരിക്കില്ല, പോലീസ് ആയിരിക്കും. അറിയാലോ, എന്റെ ഭാര്യയുടെ അനിയത്തിയാ ഇവിടുത്തെ SI. ആ സമയത്ത് പഴ്സ് ഭാര്യയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഭാര്യയാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് വെപ്രാളപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ആദർശ് പറയുന്നുണ്ട്, അങ്കിള് മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണം എടുത്തിട്ടില്ല എന്ന് പറയുന്നത് പച്ച കള്ളവാ. ഇവിടുത്തെ ജ്വല്ലറികളിൽ നിന്നൊന്നും സ്വർണ്ണം എടുത്തിട്ടില്ല എന്നുള്ളത് ശരിയാ. പക്ഷേ ഞങ്ങൾക്ക് കേരളത്തിൽ വേറെയും ബ്രാഞ്ചുകളുണ്ട്. അത് അങ്കിളിന് അറിഞ്ഞൂടെ? എനിക്കറിയാം. കോഴിക്കോടും കണ്ണൂരും സ്പെഷ്യൽ ബ്രാഞ്ചുണ്ട്. ആ ബ്രാഞ്ചിലേക്കൊക്കെ ഇളയച്ചനിടയ്ക്ക് പോവാറുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ അങ്കിളും വൈഫും എങ്ങനെയാ അവിടെ എത്തുന്നത്? അത് ഞങ്ങള് വേറെന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും. നിങ്ങളെന്താ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? ഇനിയും നിങ്ങൾ ഈ നാവുകൊണ്ട് പച്ചം കള്ളം പറഞ്ഞാ എനിക്ക് പിന്നെ പോലീസിനെ വിളിക്കേണ്ടി വരും. അവര് ഞാൻ ചോദിക്കുന്ന പോലെ ആയിരിക്കില്ല ചോദിക്കുക. മോനെ, ഞാൻ പറയാം. ഞാൻ ചോദിക്കാം, അതിനുള്ള ഉത്തരം തന്നാ മതി. ശരി മോൻ ചോദിക്ക്. കോഴിക്കോടും കണ്ണൂരിലുമായിട്ട് ഞങ്ങളുടെ ജ്വല്ലറിയിലേക്ക് നിങ്ങൾ ഒരുപാട് തവണ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരുപാട് സ്വർണം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും നിങ്ങൾ കാശ് കൊടുക്കാതെ ഇളയച്ചന്റെ പേര് പറഞ്ഞ സ്വർണം വാങ്ങിയിട്ടുള്ളത്. മിക്ക സമയങ്ങളിലും നിങ്ങൾ അവിടെ നിന്നൊക്കെ സ്വർണം വാങ്ങുമ്പോൾ അവിടെ ഇളയച്ചൻ ഉണ്ടാവാറുണ്ട്. ഇളയച്ചന്റെ ഹെൽപ്പോട് കൂടിയാ നിങ്ങൾ സ്വർണം വാങ്ങിക്കാറ്. കാശും കൊടുക്കാറില്ല. പിന്നീട് ആ കാശൊക്കെ ഇളയച്ചന്റെ അക്കൗണ്ടിൽ നിന്നാണ് ട്രാൻസ്ഫർ ആയത്. ഇടയ്ക്ക് നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് 100 പവന്റെ മുകളിൽ നിങ്ങൾ സ്വർണ്ണം എടുത്തു. അതിൽ 70 പവൻ സ്വർണത്തിന്റെ കാശ് മാത്രമേ നിങ്ങൾ അന്ന് അവിടെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഇളയച്ചനാണ് കൊടുത്തത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അന്ന് അവിടെ അതല്ലേ നടന്നത്? അന്ന് അജയന ബാക്കി കാശ് കൊടുത്തോളാന്ന് പറഞ്ഞത്. എന്തിനു വേണ്ടി ഇതൊക്കെ? ഇത്രയും വലിയ കാശ് നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ ഇളയച്ചനും നിങ്ങളും തമ്മിൽ ഞങ്ങൾ അറിയാത്ത ബന്ധമുണ്ടോ? ഇളയച്ചന് മാത്രമല്ല, അപ്പച്ചിയും ഇടക്കൊക്കെ നിങ്ങൾക്ക് കാശ് അയച്ച് തന്നിട്ടുണ്ട്. ഇനി എനിക്കറിയേണ്ടത് അതിന്റെ സത്യാവസ്ഥ എന്താന്നാണ്. അന്ന് അവിടെ എന്താ നടന്നത്? ആ അപ്പച്ചിയുടെ ഭർത്താവിനെ ചതിക്കാൻ വേണ്ടി നിങ്ങൾ എന്തോ കാര്യമായ സഹായം ഇളയച്ചനും അപ്പച്ചിക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അതെനി സത്യം പോലെ പറയണം. അതിലെങ്ങാനും വെള്ളം ചേർക്കാൻ നിന്നാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഈ ഫോൺ റെക്കോർഡും പിന്നെ എനിക്ക് കിട്ടിയ തെളിവെല്ലാം പോലീസിന് ഞാനങ്ങ് സമർപ്പിക്കും. അയ്യോ, അത് വേണ്ട മോനെ. അന്ന് നടന്നതൊക്കെ ഞാൻ പറയാം. എന്നാ പറഞ്ഞോ. അത് പിന്നെ ഒരു ദിവസം മൂർത്തീസ് ജ്വല്ലറിയിൽ വലിയ സെയില് നടന്നു. ജ്വല്ലറികളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു ടാർഗറ്റ് ആയിരുന്നു. ആ ടാർഗറ്റ് എത്രയും പെട്ടെന്ന് വളരെ മെച്ചപ്പെട്ട രീതിയിൽ മൂർത്തീസ് ജ്വല്ലറിക്ക് നേടിയെടുക്കാൻ പറ്റി. അന്ന് മൂർത്തീസ് ജ്വല്ലറിയുടെ MD നിങ്ങളുടെ അപ്പച്ചിയുടെ ഭർത്താവായിരുന്നു നാഗേന്ദ്രൻ. അന്നത്തെ ദിവസം ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അജയൻ ഒരുപാട് എഫേർട്ട് ഇട്ടു. അതൊന്നും MD സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. സ്വന്തം അച്ഛന്റെ വായിൽ നിന്നും ഒന്ന് പ്രശംസിക്കുന്ന വാക്ക് കേൾക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അന്നത്തെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓടി നടന്നു ആ പാവം അജയൻ. ജയനും നാഗേന്ദ്രനൊക്കെ എഫേർട്ട് ഇട്ടതിനേക്കാളും 100 മടങ്ങ് അജയൻ അന്ന് എഫേർട്ട് ഇട്ടു. സത്യം പറഞ്ഞ അജയന്റെ എഫേർട്ട് കൊണ്ടായിരുന്നു അന്നത്തെ ടാർഗറ്റ് മൂർത്തീസ് ജ്വല്ലറിക്ക് കിട്ടിയത്. അതെല്ലാവർക്കും അറിയാവുന്നതുവാ. അത് സത്യം പറഞ്ഞ മൂർത്തി സാറിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. അന്നത്തെ ദിവസം തന്നെ സ്റ്റാഫുകൾ എല്ലാരും കൂടി വിളിച്ചുകൂട്ടി ഒരു വലിയ പാർട്ടി നടത്തി. ആ പാർട്ടിയുടെ തുടക്കത്തിൽ തന്നെ എന്നോട് അജയൻ പറഞ്ഞിരുന്നു, അച്ഛൻ ഇന്നെങ്കിലും അജയനെ പ്രശംസിച്ച് സംസാരിക്കുമെന്ന്. ആ ഒരു ഒറ്റ വാക്ക് കേൾക്കാൻ വേണ്ടി അജയന് മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ സുഹൃത്തായ ഞാൻ മാത്രല്ല, ഒട്ടുമിക്ക എല്ലാ സ്റ്റാഫുകളും അജയനെ മൂർത്തി സാർ പ്രശംസിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ മൂർത്തി സാറ്
ഒരു വാക്ക് പറഞ്ഞില്ലെന്ന് മാത്രമല്ല നാഗേന്ദ്രനെ പറ്റി വാത്തോരാതെ സംസാരിച്ച് വാനോളം പുകഴ്ത്തുകയും ചെയ്തു. ഇതൊക്കെ ഏത് മക്കൾക്കാ ഇഷ്ടപ്പെടുക? ആദർശേ, ആരായാലും പ്രതികരിക്കില്ലേ? സ്വന്തം മക്കൾക്ക് കിട്ടേണ്ട സ്ഥാനം പുറത്തു നിന്നൊരാൾ തട്ടിയെടുത്തു. എന്നാലും ആ പാവം ആ അധികാരം വേണ്ടെന്ന് വെച്ചു. അജയൻ മാത്രമല്ല, ജയനും അത് വേണ്ടെന്നാ വെച്ചത്. അതിലൊന്നും അജയന് വിഷമമില്ലായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം ആ സംഭവിച്ചത് അവന് ശാരീരികമായും മാനസികമായും പാടെ തളർത്തി. പിന്നീട് അവൻ ജ്വല്ലറിയിലോട്ട് വരാതായി. അങ്ങനെ ഇരിക്കുമ്പോഴാ ഞാനൊരു ദിവസം അജയനെ ബാറിൽ കണ്ടത്. അന്ന് അവൻ ഒരുപാട് വിഷമിച്ച് എന്നോട് സംസാരിച്ചു. പിന്നീട് കാണിക്കുന്നത് അജയനെ ഈ പഴ്സിനോട് സംസാരിക്കുന്നതാണ് കേട്ടോ. എടാ, ഞാൻ ആനന്ദപുരിയിൽ ആരാടാ? വെറും ഒരു കറിവേപ്പിലയോ? അതോ ഇനി ആ സ്ഥാനം എനിക്ക് അവിടെ ഇല്ലേ? എടാ പഴ്സേ, എൻ്റെ അച്ഛൻ എന്നെ മകനായി കാണുന്നോ? അതോ ഇനി ആ സ്ഥാനത്ത് നാഗേന്ദ്രനെ കാണുന്നുണ്ടോ? എന്തൊക്കെയാ അജയ് നീ പറയുന്നത്? നീ ഇങ്ങനെ മദ്യപിക്കാറില്ലല്ലോ. പഴ്സേ, നിനക്കുള്ള സ്നേഹം പോലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നോടില്ലടാ. അവരെന്നെ മകനായി കാണുന്നു പോലുമില്ല. അവരുടെ മകനെ എങ്ങാണ്ടെന്നോ വലിഞ്ഞു കയറി വന്ന ആ നാഗേന്ദ്രനാ. പിന്നെ ദത്തെടുത്തിട്ടുണ്ടല്ലോ ഒരു ദത്തുപുത്രിയെ. അവള് ദത്തെടുത്തതാണെന്ന് കരുതിയിട്ട് അവക്ക് ഇത്ര വലിയ സ്ഥാനം? ഞങ്ങളുടെ താഴെയല്ല അവക്ക് സ്ഥാനം വേണ്ടത്. അവളുടെ ഭർത്താവിന് മൂർത്തി ജ്വല്ലറിയുടെ MD എന്ന പേരും. എടാ അജയ, നീ കുടിച്ചത് ഓവറായിട്ടുണ്ട്. എന്തൊക്കെയോ പിച്ചും പേയും പറയുവാ. എടാ, എൻ്റെ മനസ്സിലിരിക്കുന്നതാടാ ഞാൻ പറയുന്നത്, അല്ലാതെ പിച്ചും പേയും പറയുമല്ല. അജയന് കള്ളു കുടിച്ചാൽ മാത്രമേ സത്യം പുറത്തു വരൂ. അജയ, നിന്നെ അവസ്ഥയിൽ നിന്റെ അച്ഛൻ കാണണ്ട. കാണട്ടെടാ, കാണട്ടെ, അങ്ങേര് കാണട്ടെ. അജയ, നീ എന്തായാലും ഇന്ന് വീട്ടിലേക്ക് പോണ്ട. ഗസ്റ്റ് ഹൗസിൽ തങ്ങിയിട്ട് നാളെ രാവിലെ പോയാൽ മതി. നീ വന്നേ, നിന്നെ ഞാൻ ഗസ്റ്റ് ഹൗസിലാക്കി തരാം. ഏയ് വേണ്ട. ദേ അജയ, നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു. അതാ മൂദേവിയാ. മൂദേവിയോ? ജാനകിയാണല്ലോ. അതേടാ, ജാനകി മൂദേവി. അവള് പറയുവാ ഞാനൊരു കറിവേപ്പിലയാണെന്ന്. അജയ, നീ ഒരു കറിവേപ്പിലയല്ല. നീയേ കോടികൾ ആസ്തിയുള്ള കോടീശ്വരനാ. ചുമ്മാ ഈ ലോക്കൽ ബാറിൽ നിന്ന് മദ്യപിക്കാതെ നീ ഒന്ന് എഴുന്നേറ്റ് വരുന്നുണ്ടോ? ഇങ്ങോട്ട് വാ അജയ. അങ്ങനെ പഴ്സ് അജയനെ താങ്ങി പിടിച്ച് കാറിലോട്ട് കയറ്റുന്നുണ്ട്. കാറിൽ നിന്ന് അജയൻ പറയുന്നുണ്ട്, എടാ പഴ്സേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ അച്ഛൻ്റെ മുറിയിൽ ചെന്നു. ഓഫീസിലെ ക്യാബിൽ ചെന്നു. അന്നേരം ഏതോ ഒരു ഫയൽ മിസ്സിംഗ് ആയിരുന്നത്രേ. അതിനെ വാതോരാതെ അച്ഛൻ പ്രശംസിച്ചു. എന്ത്? ഫയൽ മിസ്സിംഗ് ആയതിന് പ്രശംസിച്ചെന്നോ? അത് ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായില്ലേ? എടാ പഴ്സേ, അങ്ങനെ എന്നെ വാതോരാതെ ചീത്ത പറഞ്ഞെന്ന്. ഷോ, എന്നിട്ട് 2 ദിവസമായിട്ട് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് നടന്നു. അതിന് എൻ്റെ സ്വന്തം അച്ഛൻ എന്നോടൊരു നല്ല വാക്ക് പോലും പറഞ്ഞില്ല. ഒരു ഫയലും മിസ്സായതിന് എൻ്റെ അച്ഛൻ എന്നെ എന്തൊക്കെ പറഞ്ഞു. അതിന് മാത്രം വലിയ തെറ്റാണോ പഴ്സ ഞാൻ ചെയ്തത്? അല്ല, ചിലപ്പോൾ മൂർത്തി സാറിന്റെ മൂഡ് ശരിയായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും വഴക്ക് പറഞ്ഞത്. ഹേയ്, ഒരിക്കലുമല്ല. ആ നിമിഷം തന്നെ ആ നാഗേന്ദ്രനെ വാതോരാതെ പ്രശംസിച്ചല്ലോ. അപ്പൊ അതോ? പോട്ടടാ, അത് വിട്ടുകളാ. ഓക്കെ, അങ്ങനെ പഴ്സ് അജയനെ ഗസ്റ്റ് ഹൗസിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പഴ്സ് ആദർശിനോട് സംസാരിക്കുന്നതാണ്. അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് ശരിക്കും പറഞ്ഞ അജയനെ വല്ലാതെ ഷോക്കാക്കി. പിന്നീട് അജയൻ മൂർത്തി ജ്വല്ലറിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിറ്റേ ദിവസം അജയൻ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ജലജ അജയനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് ജലജയും അജയനാണ് കേട്ടോ. അജയേട്ടാ. എന്താ? ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? പോര്. അജയേട്ടാ, അജയേട്ടൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇല്ല. അതെന്ത് പറ്റി? അജയേട്ടൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഓഫീസിൽ പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ. അതെനിക്ക് വയ്യ, അതുകൊണ്ടാ പോവാത്തത്. അതല്ല, അജയേട്ടൻ ഒരു വയ്യായികയില്ല. അജയേട്ടനോട് ഞാൻ മെനിഞ്ഞാന്ന് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മക്കുറവൊന്നുമില്ല. ജലജെ, നീ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാതെ പോവാൻ നോക്കിയേ. അജയേട്ടാ, ഞാൻ കാര്യമോ പറഞ്ഞത്. സംഗതി എന്റെ ഭർത്താവൊക്കെ തന്നെയാ. പക്ഷേ സ്വന്തം മക്കൾക്ക് കിട്ടേണ്ട അംഗീകാരം പുറത്ത് നിന്ന് വലിഞ്ഞു കയറി വന്ന ആളുകൾക്ക് കിട്ടുന്നത് അത് നമുക്കത്ര പിടിക്കും അജയേട്ടാ. അതിനിപ്പോ എന്താ? നാഗേന്ദ്രൻ നന്നായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. അതിനുള്ള സ്ഥാനം അച്ഛൻ കൊടുത്തിരിക്കുന്നത് MD സ്ഥാനം. അത് കൂടിപ്പോയിട്ടൊന്നുമില്ല. എടി, അത് നിന്റെ ഭർത്താവല്ലേ? അജയേട്ടാ, അയാൾ എൻ്റെ ഭർത്താവൊക്കെ ആയിരിക്കും, പക്ഷേ അയാൾക്ക് എന്നോട് ഒരു സത്യസന്ധതയുമില്ല. അജയേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ അജയേട്ടൻ എത്ര കഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മുടെ അച്ഛൻ പുല്ല് വിലയെങ്കിൽ അജയേട്ടനെ തന്നോ? ഇങ്ങനെ തന്നെയായിരിക്കും ആ നാഗേന്ദ്രൻ ഇനി ഉണ്ടായ സംഭവിക്കാൻ പോകുന്നത്. ഇനി ജയേട്ടന്റെയും അജയേട്ടന്റെയും കയ്യിലൊന്നും ഇത് നിൽക്കത്തില്ല. എല്ലാം കൂടി നാഗേന്ദ്രൻ കൊണ്ടുപോകും. അധികം താമസിക്കാതെ അയാൾ എന്നെ ഒഴിവാക്കും. എന്നെ എൻ്റെ മക്കളെയും അനാഥയാക്കും. നീ എന്താ ജലജ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന് തക്ക കാര്യം ഉണ്ടായിട്ട് അജയേട്ടാ ഞാൻ പറയുന്നത്.
അയാൾ മറ്റൊരുത്തേക്ക് ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടു. എന്നെയും മക്കളെ ഉപേക്ഷിച്ച് അയാൾക്ക് ഇവിടുന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ട് കാമുകിയുടെ കൂടെ വിദേശത്തേക്ക് പറക്കാനാ അയാളുടെ പ്ലാന്. ആണോ? നീ പറഞ്ഞത് സത്യമാണോ? ഞാൻ പറഞ്ഞത് സത്യ അജയേട്ടാ. അപ്പോ അവൻ നമ്മളെ സ്വത്തിലാണോ കണ്ണുവെച്ചിരിക്കുന്നത്? അതെ അജയേട്ടാ. ഇത് ജയേട്ടനോ പറഞ്ഞ ജയേട്ടൻ വിശ്വസിക്കില്ല. അതുകൊണ്ട് അജയേട്ടൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. എന്നാ ഇത് ജയേട്ടനോട് ഒരിക്കലും പറയണ്ട. അപ്പോൾ അവന് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലേ? വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ല അജയേട്ടനോട് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അയാൾ നമുക്കുള്ള സ്വത്തൊക്കെ അടിച്ചു മാറ്റി വിദേശത്തോട്ട് പറക്കുന്നതിന് മുമ്പ് അയാൾക്കൊരു പണി കൊടുത്ത് ഇവിടുന്ന് പറഞ്ഞയക്കല്ലേ വേണ്ടത്. അതൊക്കെ ശരിയാ. പക്ഷേ നിനക്ക് നിന്റെ ഭർത്താവിന് വേണ്ടേ? ഇന്നോ നാളേന്ന് വെച്ച് അയാൾ എന്നെയും മക്കളെ ഉപേക്ഷിച്ച് വേറെ ഒരുത്തിയുടെ കൂടെ പറക്കാൻ നിൽക്കുക. അങ്ങനെ ഒരുത്തന്നെ എനിക്ക് എന്തിനാ അജയേട്ടാ? നിന്നെ വിശ്വസിക്കാവോ? എന്നെ വിശ്വസിക്കാ അജയേട്ടാ. ഞാൻ സത്യമാ പറഞ്ഞത്. അപ്പൊ പിന്നെ നമ്മളിനി എന്താ ചെയ്യാ? അജയേട്ടാ, എല്ലാം ഞാൻ പറഞ്ഞുതരാം. അജയേട്ടൻ അതുപോലെ ചെയ്താൽ മതി. എന്ത് ചെയ്യാനാ നീ ഉദ്ദേശിക്കുന്നത്? ആ സമയത്ത് ജലജ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട പാടത്തന്നെ അജയൻ പറയുന്നുണ്ട്, അതൊന്നും നടക്കില്ല. അങ്ങനെയൊന്നും ഒരാളെ പറ്റിക്കാൻ പറ്റില്ല. അജയേട്ടാ, എന്നെയും മക്കളെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയുടെ കൂടെ പണവും കൊണ്ട് പറക്കാൻ നിൽക്കുന്ന ആളായാള്. അയാൾക്ക് അത്രയെങ്കിലും കൊടുത്ത് അയാളെ ശിക്ഷിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല. എന്നാലും ജലജെ, അത് വേണോ? വേണോ അജയേട്ടാ? അജയേട്ടൻ എൻ്റെ കൂടെ നിൽക്ക്. പിന്നെ അജയേട്ടന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരനെയും കൂടി കൂടെ കൂട്ടണം. അല്ല, ആ എക്സിബിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടീശ്വരന്മാർ വരുന്ന എക്സിബിഷനാ. അവിടെ ഇഷ്ടം പോലെ കോടീശ്വരന്മാർ വരും. പക്ഷേ ഒരിക്കലും ആ നെക്ലേസ് ഒരു കോടീശ്വരനും വിട്ടുകൊടുക്കരുതെന്ന് പറയണം. അജയേട്ടൻ്റെ ഒരു കൂട്ടുകാരനില്ലേ, പഴ്സ്? ഈ പഴ്സിനെ കൊണ്ടേ ആ നെക്ലേസ് വാങ്ങിക്കാൻ പറ്റില്ലേ? പക്ഷേ അവനെ ചതിക്ക് കൂട്ടി നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അജയേട്ടാ, കുറച്ച് കാശ് എറിഞ്ഞു കൊടുത്ത് ആരെ ഇതിന് കൂട്ടി നിൽക്കാത്തത്? അജയേട്ടൻ ചെന്ന് പറ. അയാൾക്ക് ആ സ്വർണം വാങ്ങാനുള്ള ആസ്തിയൊന്നുമില്ല. എന്നാലും അയാൾ നമ്മുടെ വിശ്വസ്തനായിട്ടുള്ള കസ്റ്റമറാ. അതുകൊണ്ട് പഴ്സ് സ്വർണം വാങ്ങിയെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്തായാലും വിശ്വസിക്കും. ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. പിന്നെ അജയേട്ടാ, സംസാരിച്ചിട്ട് അതെന്തായാലും ശരിയാക്കി എടുക്കണം. ഞാൻ നോക്കാം. ഓക്കെ. അങ്ങനെ അജയൻ വന്നിട്ട് പഴ്സിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാശ് തരാമെന്ന് പറഞ്ഞപ്പോൾ പഴ്സ് ഏകദേശം ഓക്കെ പറയാണ്. അജയന് വേണ്ടിയാണ് കേട്ടോ പറയുന്നത്. മോനെ ആദർശ്, അന്ന് എനിക്ക് അങ്ങനെ സമ്മതിക്കേണ്ടി വന്നു. ആ ജർമ്മൻ നെക്ലേസ് എൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ഞാനത് വിലപേശി എടുത്തു. അന്ന് എനിക്ക് ആ പൈസയൊക്കെ തന്നിരുന്നത് അജയനായിരുന്നു. സ്വർണം എൻ്റെ കയ്യിൽ കിട്ടിയ പാടെ തന്നെ ഞാനത് ജലജയ്ക്ക് കൊണ്ടുകൊടുത്തു. പിന്നീട് ജലജയാ ആ സ്വർണത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എനിക്ക് കൊണ്ടു തന്നത്. അന്ന് തന്നെ ഞാൻ മൂർത്തി ജ്വല്ലറിയിലോട്ട് പോയി ഈ പ്രശ്നത്തെക്കുറിച്ച് മൂർത്തി സാറോട് സൂചിപ്പിച്ചു. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് അങ്കിളിനെ അവിടുന്ന് പുറത്താക്കിയത്. എന്നാലും ചില കാര്യങ്ങൾ അറിയാനുണ്ടല്ലോ. ഇനി എന്ത് കാര്യം മോനെ? അല്ല, അങ്ങനെ ഒരു കാര്യം കൊണ്ട് മാത്രം അങ്കിളിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുവോ? മറ്റെന്തോ കാര്യമില്ലേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ മോനെ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ ചോദിക്കുന്നതിന് അപ്പം മറുപടി തന്നിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കറിയാം പോലീസ് വരുമെന്നല്ലേ. ഞാൻ പറയാം. പറയും. അത് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ ഒരു കസ്റ്റമറെ രാത്രി സ്വർണം വാങ്ങാനായി വരുത്തി. അവരുടെ മകളുടെ കല്യാണത്തിലുള്ള സ്വർണം ആരോ മോഷ്ടിച്ചെന്നും പറഞ്ഞ അവരന്ന് രാത്രി വരുത്തിച്ചത്. സത്യം പറഞ്ഞ അവരെയൊക്കെ ജലജ ഇറക്കി തന്നത്. അന്ന് രാത്രി തന്നെ അജയൻ നാഗേന്ദ്രനെ വിളിച്ചു. ഈ കാര്യങ്ങളൊക്കെ നാഗേന്ദ്രനോ പറഞ്ഞു. നാഗേന്ദ്രനാണല്ലോ MD. സ്വർണം നഷ്ടപ്പെട്ടതിന്റെ മനസ്സലിഞ്ഞ് നാഗേന്ദ്രൻ പെട്ടെന്ന് തന്നെ വന്ന് ജ്വല്ലറി തുറന്ന് അവർക്ക് ആവശ്യമുള്ള സ്വർണ്ണമൊക്കെ എടുത്തു കൊടുത്തു. എന്നാൽ രാത്രി ജ്വല്ലറി തുറക്കുന്നതിന്റെയും ആഭരണം എടുക്കുന്നതിന്റെ ഒക്കെ വീഡിയോസുകൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പതിഞ്ഞിരിക്കുന്ന വീഡിയോയിൽ ചില ക്ലിപ്പുകളൊക്കെ ചേർത്തിട്ട് നാഗേന്ദ്രനെ മോശക്കാരനാക്കുന്ന രീതിയിൽ വീഡിയോ ഉണ്ടാക്കി മൂർത്തി സാറിന്റെ ഫോണിലോട്ട് അയച്ചു കൊടുത്തു. അന്ന് രാത്രി തന്നെ നാഗേന്ദ്രൻ അജയനോട് പറഞ്ഞു ഇത് അച്ഛനെ അറിയിക്കണമെന്ന്. പക്ഷേ അജയനാ പറഞ്ഞത് ഇപ്പം അച്ഛൻ ഉറങ്ങായിരിക്കും, നാളെ രാവിലെ അറിയിച്ചാൽ മതിയെന്ന്. ആ വീഡിയോ ക്ലിപ്പും കൂടി ആയപ്പോൾ മൂർത്തി സാർ നാഗേന്ദ്രനെ ശരിക്കും വെറുത്തു. മൂർത്തി സാറിന് നാഗേന്ദ്രനിൽ വിശ്വാസം കുറഞ്ഞു. അതുകൂടി ആയപ്പോൾ മൂർത്തി സാറ് നാഗേന്ദ്രനെ വീട്ടിൽ നിന്ന് തന്നെ അടിച്ച് പുറത്താക്കി. അങ്ങനെയാ നാഗേന്ദ്രൻ വീട്ടിൽ നിന്ന് പോവേണ്ടി വന്നത്. ഓഹോ, അപ്പോൾ ഇളയച്ചൻ ഞാൻ കരുതിയ പോലുള്ള ആളൊന്നുമല്ല. അയ്യോ മോനെ, അങ്ങനെ ഒരിക്കലും പറയരുത്. നിന്റെ ഇളയച്ചൻ നല്ലവനാ. കിട്ടാത്ത സ്ഥാനവും അർഹിക്കാത്ത അംഗീകാരമൊക്കെ മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ, അതും കുടുംബത്തിന് പുറത്തുള്ള ഒരാൾക്ക് കിട്ടുമ്പോൾ അത് ആർക്കായാലും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ ആരെയും ന്യായീകരിക്കാൻ നിൽക്കണ്ട. ഇക്കണക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ അനിയുടെ MD സ്ഥാനം എനിക്ക് തന്നതിൽ ഇളയച്ചന് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ലല്ലോ. അതാ മോനെ പറഞ്ഞത്. അങ്ങനെയൊന്നും അല്ല അജയൻ, അവൻ നല്ലവനാ. അന്നത്തെ ഒരു തെറ്റായ ബുദ്ധിക്ക് ചെയ്തു പോയ കാര്യങ്ങളാണ് ഇതൊക്കെ. മോൻ ദയവ് ചെയ്ത് ഈ കാര്യങ്ങളൊന്നും മൂർത്തി സാർ അറിയിക്കരുത്. പിന്നെ എന്തൊക്കെയാ ഉണ്ടാവുക എന്നറിയോ? അജയനെ മൂർത്തി സാറ് വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. ആ കാര്യം ഉറപ്പാ. ഇങ്ങനെ ചതി ചെയ്യുന്നവർ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതാ നല്ലത്. എന്തായാലും ഇളയച്ചനെ കള്ളത്തരൊക്കെ ഞാൻ മുത്തശ്ശന് മുന്നിൽ നിർത്തും. മുത്തശ്ശ സത്യങ്ങളൊക്കെ അറിയണം.
നിങ്ങളെല്ലാരും കൂടി ചേർന്ന് ഒരു പാവത്തെ കുറ്റക്കാരനാക്കി നല്ലൊരു വളർന്നു വരുന്ന ബിസിനസ്മാനെ വേരോടെ പിഴുതെറിയാൻ ശ്രമിച്ചില്ലേ നിങ്ങള്? നിങ്ങളുടെ കാര്യമൊക്കെ പോട്ടേന്ന് വെക്കാം. സ്വന്തം ഭാര്യ സ്വാർത്ഥിയാ അവര്. സ്വന്തം നേട്ടത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ തന്നെ കരിവാരി തേക്കുന്ന സ്ത്രീ. ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. പോയ പാടെ തന്നെ പൾസിന്റെ ഭാര്യ വന്ന് ചോദിക്കുന്നുണ്ട്, അതെ നിങ്ങളല്ലേ പറഞ്ഞത് ഈ കാര്യമൊന്നും ഇനി ആരും അറിയില്ലെന്ന്. ഇപ്പോ ഈ വർഷങ്ങൾക്ക് ശേഷം ഈ ആദർശ് എങ്ങനെ അറിഞ്ഞത്? എനിക്കൊന്നും അറിയില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതിനൊന്നും കൂട്ടു നിൽക്കണ്ടെന്ന്. ഇപ്പൊ അവൻ പോയിരിക്കുന്നത് മൂർത്തി സാറിന്റെ അടുത്തോട്ടാ. മൂർത്തി സാർ ഇതൊക്കെ അറിഞ്ഞാ എന്താ ഉണ്ടാവാന്ന് അറിയാലോ ഇച്ചായ. എനിക്കറിയോ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഈ കാര്യം കുത്തിപ്പൊങ്ങുമെന്ന്. ഞാൻ അതൊക്കെ മറന്നിട്ട് എത്ര കാലായെന്നറിയോ ഇച്ചായ. ഇനി എന്തുണ്ടായാലും അത് നമ്മൾ നേരിടേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ കണ്ടുവെച്ചോ, ഒരു മുൻകൂർ ജാമ്യം എടുത്തോ, അതായിരിക്കും നല്ലത്. ഇതും പറഞ്ഞുകൊണ്ട് പൾസിന്റെ ഭാര്യ എവിടുന്ന് പോവാണേ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശ് അനന്തപുരിയിൽ കാർ നിർത്തുന്നുണ്ട്. എന്നിട്ട് വീട്ടിനകത്തോട്ട് കയറി ചെല്ലാണ്. മുത്തശ്ശനും മുത്തശ്ശിയും കയറി വരുമ്പോ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് മുത്തശ്ശനോ പറയുന്നുണ്ട്, ആ മുത്തശ്ശൻ ഇവിടെ ഉണ്ടായിരുന്നു, അതേതായാലും നന്നായി. എന്താടാ? എന്താ മോനെ? മുത്തശ്ശൻ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇന്ന് മുത്തശ്ശൻ അറിയണം. ഞാൻ അറിയാത്ത കാര്യങ്ങളോ? എന്ത് കാര്യങ്ങൾ? അതറിയുന്നതിന് മുമ്പ് ഈ വീട്ടിലുള്ള എല്ലാവരും ഇങ്ങോട്ട് വിളിക്കണം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്. അപ്പൊ മുത്തശ്ശി ഒതുക്കുന്നുണ്ട്, മോനെ എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല മുത്തശ്ശി. പണ്ട് നടന്നൊരു സംഭവം, ആ സംഭവത്തിന് ഒരു ക്ലാരിറ്റി വരുത്തുക, അത്രമാത്രമേ ഉള്ളൂ. അപ്പോഴാണ് നയന അങ്ങോട്ട് വരുന്നത്. നയനോടൊപ്പം തന്നെ ദേവിയാനെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ നയനോട് വണ്ടി വെച്ചെന്നെ ആദർശ് ഫോൺ ചെയ്ത് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നയന ആകെ പേടിയിലാണ്. ആദർശേട്ടാ, നയനെ ഇന്ന് ഞാൻ അറിഞ്ഞ സംഭവങ്ങളൊക്കെ മുത്തശ്ശനോട് പറയാൻ പോവാ. മുത്തശ്ശനെ വിഡ്ഢിയാക്കിയല്ലേ അവരിങ്ങനെയൊക്കെ ചെയ്തത്. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആദർശേ നീ എന്തൊക്കെയാ പറയുന്നത്? ആരെക്കുറിച്ചാ പറയുന്നത്? അപ്പച്ചി. ആ സമയം തന്നെ അപ്പച്ചി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താടാ ആദർശ് മോനെ? ആ അപ്പച്ചി എത്തിയല്ലോ. അപ്പച്ചിയുടെ മകനില്ലേ? ആ അവനുണ്ട്. എടാ അബി. ആ ദേ അവന് നവ്യ വരുന്നുണ്ട്. എന്താ മോനെ? ധൃതി കൂട്ടണ്ട, പറയാം. ആ ഇളയമേ, ഇളയച്ചനില്ലേ ഇവിടെ? ആ ഉണ്ട്. ആ ഇളയച്ചനോടൊന്ന് വരാൻ പറയോ? ആ ഞാനിപ്പോൾ വരാൻ പറയാം. ഇതും പറഞ്ഞുകൊണ്ട് ജാനകി പോയിട്ട് ഇളയച്ചനെയും കൂടി വിളിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേ നിനക്ക് എന്താ പറയാനുള്ളത്? എല്ലാരും വന്നില്ലേ? ആ സമയത്ത് അനിയും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ഇപ്പോ അനന്തപുരിയിലെ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഇനി ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് ആരും ഞെട്ടരുത്. ചിലരൊക്കെ പുറത്തൊരു സ്വഭാവം കാണിച്ചിട്ട് അകത്ത് കണ്ടാമൃഗത്തിന്റെ സ്വഭാവമായിട്ട് നടക്കുന്നവരുണ്ട്. അപ്പൊ ജയൻ ചോദിക്കുന്നുണ്ട്, ആദർശേ നീ ആരെക്കുറിച്ച് ഈ പറയുന്നത്? അപ്പൊ അനി പറയുന്നുണ്ട്, ആ വല്യച്ഛന് മനസ്സിലായില്ലേ, ഇവിടെ സ്വഭാവം മാറുന്ന ആട്ടും തോലിട്ട ചെന്നായകൾ ഉണ്ടല്ലോ, അവരെ പറ്റിയാ പറഞ്ഞത്. അനി, അങ്ങനെ നമ്മൾ കരുതുന്ന ആളുകൾ മാത്രം അല്ലെങ്കിലും ഇതിൽ പ്രതി. മിണ്ടാപ്പൂച്ച കലോടിക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ കേട്ടിട്ടുണ്ട്. ഏട്ടൻ പിന്നെ ആരെക്കുറിച്ച് ഈ പറയുന്നേ? ഒക്കെ വഴിയെ മനസ്സിലാക്കാം. മുത്തശ്ശന് പണ്ടെങ്ങാനോ തെറ്റിയൊരു പറ്റ്, അതെനി തിരുത്താൻ പറ്റത്തില്ല. എനിക്ക് തെറ്റുപറ്റിയെന്നോ? ദേ ആദർശേ നീ എന്തൊക്കെയാ പറയുന്നേ? ദാ ഈ നിൽക്കുന്ന അപ്പച്ചി, അതാണ് മുത്തശ്ശന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്നാലേ ആ തെറ്റിനെ മായ്ച്ചു കളയേണ്ട സമയമായി. ഇത് കേട്ടപ്പോൾ ജലജ പറയുന്നുണ്ട്, ഡാ എന്താടാ നീ പറയുന്നേ? എന്നെ എൻ്റെ അച്ഛനും അമ്മയെ ദത്തെടുത്തത് എന്നു കരുതിയിട്ടേ അത് തന്നെ പറഞ്ഞ് നീ എന്നെ കൊച്ചാക്കാൻ നോക്കല്ലേ. നിന്നെയൊക്കെ ഈ കയ്യിലെടുത്തോണ്ടാ വളർത്തിയത്, അതും കൂടി ഓർത്തോ. ഓ, കയ്യിലെടുത്ത് വളർത്തിയ മഹിമ പറയുന്നു. അതിന് നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത്? നിങ്ങൾ എന്നെ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിലേ അതിന് പിന്നിൽ വലിയ എന്തെങ്കിലും ചതി കാണും. വല്ല പൊട്ടക്കിണറ്റിലോ കായലിലോ കൊണ്ട് തള്ളാനായിരിക്കും എടുത്തോണ്ട് പോയത്. ഛേ, എന്താ ആദർശം നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പൊ അഭി പറയുന്നുണ്ട്, ഏട്ടന് ഞങ്ങളോട് ദേഷ്യം ഉണ്ടെന്ന് കരുതി ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. എടാ, നിന്റെ നിൽക്കുന്ന അമ്മയുണ്ടല്ലോ, നിന്റെ അതേ പകർപ്പാ. നിങ്ങളെ രണ്ടുപേരെയും ദൈവം ഒരു അച്ചിലിട്ട് വാർത്തതാ. അപ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശേ നീ കാര്യം പറ. മുത്തശ്ശ, അന്ന് അപ്പച്ചിയുടെ ഭർത്താവിനെ എന്തിനാ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് ഞാൻ ചോദിച്ചില്ലേ? ആദർശേ അതിനുള്ള മറുപടി ഞാൻ തന്നു കഴിഞ്ഞല്ലോ. ഇനി അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. എന്നാ സംസാരിക്കണം മുത്തശ്ശ. കാരണം മുത്തശ്ശൻ അതിൽ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ വിശ്വസിക്കോ? എനിക്കതിലൊരു തെറ്റും പറ്റിയിട്ടില്ല. ഞാൻ പൂർണ്ണമായ തെളിവോട് കൂടിയിട്ടാ നാഗേന്ദ്രനെ ഈ വീട്ടിൽ നിന്ന് മടിച്ചിറക്കിയത്. എന്നാ ആ തെളിവൊക്കെ ഫേക്കാ മുത്തശ്ശ. ഇത് കേട്ട പാടത്തിനെ അജയൻ ദേഷ്യം പിടിക്കുന്നുണ്ട്. ആദർശേ നിന്നോടല്ലേ പറഞ്ഞത് ആ നാഗേന്ദ്രനെ കുറിച്ച് ഇനി ഒരു അക്ഷരം ശബ്ദിക്കരുതെന്ന്? പിന്നെ നീ എന്തിനാ അവന്റെ പേര് ഇവിടെ എടുത്തിടുന്നത്? അവന്റെ ചാപ്റ്റർ അന്നത്തോടു കൂടി ക്ലോസ് ആയി. ഇനി അതിന്റെ പിന്നിൽ നീ ഒരു അന്വേഷണമായിട്ട് നടക്കണ്ട. അങ്ങനെ നടന്ന ആർക്കാ നഷ്ടം? ആർക്കെന്ത് നഷ്ടം ഉണ്ടാവാനാ? അവൻ വരുത്തി വെച്ച നഷ്ടം അവന് തന്നെയാ. എന്നാ അല്ല, അങ്ങനെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഇളയച്ചനാ. എന്ത്? എനിക്കോ? എനിക്കെന്തിനാ നഷ്ടം? കാരണം ആ ചതി ചെയ്തത് ഇളയച്ചനാ. ഇത് കേട്ടപ്പോൾ തന്നെ ജയൻ പറയുന്നുണ്ട്,
ആദർശേ നിർത്ത്. നീ ആരോട് ഈ സംസാരിക്കുന്നത്? ഇത് നിന്റെ ഇളയച്ചനാ. ഇളയച്ചനെ പറ്റി അനാവശ്യം പറയുന്നോ? ഏട്ടാ, അവൻ പറയട്ടെ. കുഞ്ഞുനാള് അവനെ ഈ മാറോട് ചേർത്ത് കൊണ്ടു നടന്നവനാ ഞാൻ. എന്റെ അനിയേക്കാളും സ്നേഹം ഞാൻ എപ്പോഴും ഇവന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടും അവൻ ഇത് പറയട്ടെ ഏട്ടാ. അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ആദർശേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ഒരു കലഹം ഉണ്ടാക്കരുത്. ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ നിൽക്കുന്ന ഞാൻ വിശ്വസിച്ച എൻ്റെ ഇളയച്ചനും പിന്നെ ദേ ഈ അപ്പച്ചിയുണ്ടല്ലോ, അപ്പച്ചിയും ആ പൾസും കൂടി ചേർന്ന് ഒരു നാടകം കളിച്ചു. മുത്തശ്ശ, അന്ന് ജർമ്മൻ നെക്ലേസ് നാഗേന്ദ്രൻ അങ്ങള് വിൽക്കാൻ കൊണ്ടുവച്ചില്ലേ, അതയാൾ വാങ്ങിയത് പ്യുവർ സ്വർണമായിരുന്നു. പ്യുവർ ജർമ്മൻ ഗോൾഡ്. അന്ന് അയാൾക്ക് അതൊന്നും വാങ്ങാനുള്ള ആസ്തി ഇല്ലായിരുന്നു. ആ സ്വർണം വാങ്ങാൻ വേണ്ടി കാശ് കൊടുത്തത് ഈ നിൽക്കുന്ന ഇളയച്ചനാ. പൾസിന് കാശ് കൊടുത്തിട്ട് ആ സ്വർണം മാറ്റി സ്വർണ്ണ പണിക്കാരനെ കൊണ്ട് അതുപോലെ അച്ചില് വാർത്ത രീതിയിൽ വേറൊരെണ്ണം ഉണ്ടാക്കിപ്പിച്ചു. മാറ്റ് കുറഞ്ഞ സ്വർണം ഉപയോഗിച്ച്. അതിനൊക്കെ കൂട്ടുനിന്നത് ഈ ഇളയച്ചനാ. എല്ലാം ഈ ഇളയച്ചന്റെ ഈഗോയാ. നാഗേന്ദ്രൻ അങ്ങളോടല്ലേ ഈഗോ. ഇതിൽ എനിക്ക് മുത്തശ്ശന്റെ ഭാഗത്തും തെറ്റ് പറയാനാവും. കൊച്ചുമകനായ എനിക്ക് മുത്തശ്ശനോട് ഇത് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പറയാ, ഒരാൾ ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് അതിനുള്ള അംഗീകാരം കൊടുക്കണം മുത്തശ്ശ. അങ്ങനെ അല്ലാഞ്ഞിട്ടാ ഇളയച്ചന് ആ നിമിഷം അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വന്നത്. അപ്പൊ അജയൻ പറയുന്നുണ്ട്, ആദർശേ, നിന്റെ കരണം നോക്കിയൊരെണ്ണം ഞാൻ തരും, നിർത്തിക്കോളണം. ജയനാണെങ്കിൽ പേടിച്ച് തല താഴ്ത്തി നിൽക്കാനിട്ടോ. അപ്പോ ജാനകി പറയുന്നുണ്ട്, ആദർശേ, നിനക്ക് എങ്ങനെ നിന്റെ ഇളയച്ചനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? ഇളയമേ, സത്യമെല്ലാം നിങ്ങൾ അറിയണം. അതിനു വേണ്ടിയ തെളിവോട് കൂടിയേ ഞാൻ വന്നത്. ഇതും പറഞ്ഞ് ആദർശ് ലാപ്ടോപ്പിലുള്ള ആ വീഡിയോ കാണിച്ചു കൊടുക്കാണ്. അതായത് പൾസുമായി സംസാരിക്കുന്ന വീഡിയോ. അങ്ങനെ എല്ലാം മുത്തശ്ശൻ കേൾക്കുന്നുണ്ട്. കോൾ റെക്കോർഡും എല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ മാത്രമല്ല, അവിടെ നിൽക്കുന്ന എല്ലാവരും കേൾക്കാണ്. ഞെട്ടിത്തരിക്കാണ് എല്ലാവരും. ജലജയാണെങ്കിൽ ആകെ പേടിച്ചിട്ട് അജയനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഡാ എടാ ദ്രോഹി, നീ എന്നെ ചതിച്ചല്ലേ. ഇതും പറഞ്ഞുകൊണ്ട് അജയന്റെ ഷോൾഡറിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ജയൻ തടുക്കാൻ വരുന്ന സമയത്ത് ജയനെ തള്ളി മാറ്റാണ് മുത്തശ്ശൻ. എടാ, നീ എന്നെ ചതിച്ചല്ലേ, അതും ഇവളുടെ കൂടെ കൂടി. അച്ഛ, പറ്റിപ്പോയച്ച. എന്ത് പറ്റിപ്പോയെന്നാടാ, നാണം കെട്ടവനെ. അച്ഛനെ കൊച്ചുമക്കൾക്കും മറ്റുള്ളവർക്കും മുന്നിൽ നാണം കെട്ടവനാക്കി നിർത്തിയപ്പോൾ നിനക്ക് സമാധാനായില്ലടാ. നിന്നെ നാണം കെടുത്തിയ പോലെ ഇതിനു വേണ്ടിയായിരുന്നില്ലേ നീ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയത്? അയ്യോ, ഒരിക്കലും അങ്ങനെയില്ല. എനിക്ക് കിട്ടേണ്ട സ്ഥാനം കിട്ടാഞ്ഞപ്പോ പറ്റിപ്പോയതാ അച്ഛ. നിർത്തറ, വായെടുക്ക്. അപ്പൊ ജാനകി പറയുന്നുണ്ട്, അയ്യോ അച്ഛ, അദ്ദേഹത്തൊന്നും ചെയ്യരുത്. ആ സമയത്ത് അനി പറയുന്നുണ്ട്, അച്ഛ, അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മോനെ, ഇവളങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പറ്റിപ്പോയതാ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ആദർശേ, നിനക്കിപ്പോൾ തൃപ്തിയായില്ലേ? ഇതിനു വേണ്ടിയല്ലേ നീ സത്യങ്ങളൊക്കെ ഇവിടെ വന്ന് തുറന്നു പറഞ്ഞത്? നിനക്കും നിന്റെ അമ്മയ്ക്കും അച്ഛനും മാത്രമായിട്ട് ഈ വീടും ബംഗ്ലാവുമായിട്ട് സുഖിച്ച് ജീവിക്കണം. അതിനുവേണ്ടി നിന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പോലും നീ അവരുടെ സന്തോഷം തല്ലിക്കെടുത്താൻ നോക്കും. ഇളയമേ, അങ്ങനെയൊന്നും അല്ല മുത്തശ്ശ. മുത്തശ്ശനിപ്പോൾ ഇളയച്ചിനെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മുത്തശ്ശൻ്റെ ഭാഗത്തുണ്ട് തെറ്റ്. ആദർശേ, നീ ആരോട് ഈ സംസാരിക്കുന്നേ? എനിക്ക് നല്ല ബോധ്യമുണ്ട് മുത്തശ്ശനോടാണെന്ന്. മുത്തശ്ശൻ ഒരു കാര്യം കൊണ്ടും തെറ്റ് പറ്റാറില്ല. ആ മുത്തശ്ശന് ഇവിടെ എല്ലാവരും കൂടി ചേർന്ന് കബളിപ്പിച്ചു. പക്ഷെ അത് മുത്തശ്ശന് പറ്റിയ തെറ്റല്ല, മുത്തശ്ശനെ ചതിയിൽ വീഴ്ത്തിയതാ. പക്ഷെ മുത്തശ്ശൻ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. ഇളയച്ചൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാ അന്ന് ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ മൂർത്തി ജ്വല്ലറിക്ക് നേട്ടം ഉണ്ടായതും. പക്ഷെ ഒരിക്കൽ പോലും ഇളയച്ചനെ മുത്തശ്ശൻ അഭിനന്ദിച്ചില്ല. അത് തെറ്റായിപ്പോയി. ആ സമയത്ത് മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ അജയന്റെ ഷോൾഡറിൽ നിന്ന് കൈവിടാണ് കേട്ടോ. അപ്പൊ ജലജ മുത്തശ്ശന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അച്ഛ, പറ്റിപ്പോയ അച്ഛ, ക്ഷമിക്കണം അച്ഛ, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. ഇറങ്ങി പോടി ഇവിടുന്ന്. വസുന്ധരെ, ആരാരും ഇല്ലെന്ന് കരുതി അഭയം കൊടുത്ത് പിടിച്ചു കയറ്റി ഇവളെ നമ്മുടെ കൈകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് പുറന്തള്ളണം. ഇല്ലെങ്കിൽ ഈ വീടിന്റെ കഷ്ടകാലം തീരാൻ പോകുന്നില്ല. അതെ, ഇദ്ദേഹം പറഞ്ഞത് 100% ശരിയാ. ഇവളെ പോലെ ഒരുത്തി ഈ വീട്ടിലുണ്ടായ ഈ വീട് ഒരിക്കലും ഗുണം പിടിക്കില്ല. ഇങ്ങോട്ട് വാടി. ഇതും പറഞ്ഞ വസുന്ധരാമ്മ ജലജയുടെ മുടിയെ പിടിച്ച് ജലജയെ പുറത്തോട്ട് കൊണ്ടുപോയി ഒരൊറ്റ ഉന്തലാണ് കേട്ടോ. അതിൽ ജലജ താഴെ പോയി അങ്ങ് വീഴുന്നുണ്ട്. ഡീ, കടക്ക് പുറത്ത്. ആനന്ദപുരിയുടെ പുറത്തായിരിക്കും ഇനി നിനക്ക് എന്നും സ്ഥാനം. പോടി ഇവിടുന്ന്. സെക്യൂരിറ്റി, ഇവളെ പിടിച്ചിവിടുന്ന് പുറത്താക്ക്. ആ സമയത്ത് അബിയൊക്കെ ഓടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. കയറി പോടാകത്ത്. അത് പിന്നെ അമ്മ പോവാനല്ലേ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ തന്നെ അമ്മയെ മൈൻഡ് ചെയ്യാതെ അബി അകത്തോട്ട് ഓടുന്നുണ്ട് കേട്ടോ. ആരുമില്ലാതെ ജലജ താഴെ വീട് കിടക്കാനിട്ടോ. അങ്ങനെ സത്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ജാനകി അജയനോട് പറയുന്നുണ്ട്, അജയേട്ടാ, എന്നാലും അജയേട്ടന് എങ്ങനെ തോന്നി അജയേട്ട ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അവളുടെ കൂടെ കൂടി എന്തിനാ ഇങ്ങനെ ഒരു ചതി ചെയ്തത്? അപ്പൊ മൂർത്തിമുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി ഇവ മൂർത്തി ജ്വല്ലറിയെ സേവിക്കണ്ട, അവിടെ ജോലിക്കാരനായി പോവും വേണ്ട. നിനക്ക് ഇനി അബിയുടെ സ്ഥാനം. അബി എങ്ങനെയാണോ ജീവിക്കുന്നത് അതായിരിക്കും അജയ ഇനി നിന്റെ സ്ഥാനം. നീ നിന്നെ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് വന്നാൽ നിനക്ക് നല്ലത്. അതുവരെ 5 പൈസ പോലും
നിനക്ക് മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് കിട്ടത്തില്ല, ട്രസ്റ്റിലേക്ക് പോലും നിന്റെ കാശ് വരത്തില്ല. ഇതും പറഞ്ഞ മൂർത്തി മുത്തശ്ശൻ അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് അനി അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛൻ എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? മോനെ, അന്നൊരു തെറ്റ് പറ്റിപ്പോയ അച്ഛന്. അതൊക്കെ തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് നാളെടുത്തു മോനെ. അതിൻ്റെ കുറ്റബോധം എൻ്റെ ഉള്ളിൽ നീറി കഴിയുന്നുണ്ടായിരുന്നു. പക്ഷെ തെറ്റ് ചെയ്തു പോയില്ലേ, എല്ലാത്തിനും കാരണം അവളാ, ആ ജലജ. അപ്പം ജാനകി പറയുന്നുണ്ട്, മോനെ അനി, ഇനി നീ മാത്രമാണ് ഞങ്ങളുടെ. അമ്മേ, അങ്ങനെയൊന്നും പറയരുത് മോനെ. നിന്റെ ഒരു സന്തോഷത്തിനും ഞാൻ കൂട്ടു നിന്നിട്ടില്ല. നിന്നെക്കൊണ്ട് നിർബന്ധിച്ച് ഓരോ വിവാഹം കഴിപ്പിക്കാനേ ഞാൻ നോക്കിയിട്ടുള്ളൂ. നീ ആ ജലജയുടെ മകളെ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തായിരുന്നതിന് അവസ്ഥ? മോനെ, ഇനി ഞാൻ ഒരിക്കലും പറയില്ല നിനക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കരുതെന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അങ്ങനെ ജാനകിയും അജയനും ഒരു പാഠം പഠിക്കുന്നുണ്ട്. ജലജയെ അനന്തപുരിയിൽ നിന്ന് എന്നേക്കുമായിട്ട് പുറത്താക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ ബാക്കി കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡ് ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.